6 കിലോമീറ്റർ ദൂരം നമുക്ക് നിരനിരയായി ഇങ്ങനെ വാഹനങ്ങൾ, കാറുകൾ, ലോറികളൊക്കെ കിടക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ്. അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഞായറാഴ്ച കഴിഞ്ഞ് അവധി ദിവസം കഴിഞ്ഞ് ഒരുപക്ഷെ മടങ്ങി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അതുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ബസ്സുകൾ എല്ലാം കുടുങ്ങി കിടക്കുകയാണ്. കുറേ ബസ്സുകളൊക്കെ സർവീസ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാരണം സമയക്രമം ആകെ താളം തെറ്റിയിട്ടുണ്ടാവും. ഗൗലി, ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഗതാഗത കുരുക്കിന് തുടക്കം എങ്ങനെയാണ്? അതായത് ഈ പട്ടിക്കാട് മേഖലയിൽ 2 പാലങ്ങൾ, ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇടവിട്ട് 2 പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട്. അതാണ് ആ മേൽപ്പാലം പണിയുന്നത് കൊണ്ട് തന്നെ ഒരു വേ മാത്രമേ സാധ്യമാകുള്ളൂ. നമുക്ക് ഈ ദേശീയപാത നോക്കിയാൽ മനസ്സിലാകും, ഇത് ഒരു 6 വരി പാതയാണ്. അതായത് 3 വരിയിലൂടെ വാഹനങ്ങൾ വരും. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ, അതായത് സാധാരണ കണക്കുള്ളതിലും കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തി. ഇപ്പോൾ നമുക്കൊരു ലോറി ഡ്രൈവറുണ്ട്, അദ്ദേഹം പല സമയങ്ങളിലൂടെ ഈ വഴി സഞ്ചരിക്കുന്നതാണ്. പലപ്പോഴും ഈ വഴി സഞ്ചരിക്കാറുണ്ട്. ഡെയിലി പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇത് ദിവസങ്ങൾ കുറേയായി ഇവിടെ ബ്ലോക്കായിട്ട്. ഇവിടെ ഈ സർവീസ് റോഡുകൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ ഇത്ര പറയും. ഇവിടെ 3 ലൈൻ ടോൾ കൊടുത്ത് പോകുന്ന വണ്ടികളാണ് കൂടുതലും. ഞങ്ങൾ ഈ വാഹനക്കാർ ഡെയിലി വെളുപ്പിന് രാവിലെ 3 മണിക്ക് ഞങ്ങൾ പോകണ ജോലിക്ക്, അപ്പോഴും ബ്ലോക്ക് അവിടെ. അന്ന് ഈ സർവീസ് റോഡ് ഇത്ര കിലോമീറ്റർ, ഇത് പട്ടിക്കാടാണല്ലോ പണി നടക്കുന്നത്. പട്ടിക്കാട് മുടിക്കോട് 2 ദിശയിലും ഉണ്ട്, മുടിക്കോടും ഉണ്ട്. അവിടെ തന്നെ അവസ്ഥ. അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ബ്ലോക്ക്, 5 കിലോമീറ്റർ കവർ ചെയ്യും. ഇപ്പോൾ തുരങ്കം വരെയുണ്ട് ബ്ലോക്ക്. ഇത് സർവീസ് റോഡിൽ മൊത്തം വണ്ടികൾ ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ട് ഈ മെയിൻ റോഡിലുള്ള വണ്ടികൾ ആർക്കും പോകാൻ പറ്റണില്ല. ഇപ്പോൾ ഇവിടെ 3 ലൈനിൽ കിടക്കുന്ന വണ്ടികൾ ഇവിടെ കിടക്കുക. ആ സർവീസ് റോഡിലുള്ള വണ്ടികൾ നിർത്തുകയാണെങ്കിൽ ഈ 3 ലൈനിൽ പോകുന്ന വണ്ടികൾ പാസ്സാവും. ഇപ്പോൾ അവർ പോലീസ് നിയന്ത്രിക്കാത്തതുകൊണ്ടത് ആ സൈഡിൽ, അതായത് ഈ സർവീസ് റോഡും കൃത്യമല്ല പല സ്ഥലത്തും. അതെ, കൃത്യതയല്ല. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ ആ സർവീസ് റോഡ് അവർ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മെയിൻ റോഡിലെ വണ്ടികൾ പാസ്സാവുന്നുണ്ടോ? എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഈ കൂടുതലായത്. അവിടെ അവർ ആ പാലം പണിയുന്നോടത്ത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണത്. ഓക്കെ, ഈ പാലം പണി നടക്കുന്ന സ്ഥലത്ത് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ വരും. എല്ലാ ദിവസവും ബ്ലോക്ക് ഉണ്ടാകും. പക്ഷേ ഇത്രയ്ക്കും ഈ 5 കിലോമീറ്ററോളം നീണ്ട ഒരു ബ്ലോക്കൊന്നും ദേശീയപാതയിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് ഉണ്ടാകാൻ കാരണം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ, ഈ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർ കൂടുതലായി തന്നെ, ഒരു അവധി ദിവസം കഴിഞ്ഞ് പോകുന്നവരൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ കൂടുതൽ ആളുകൾ പോയി. ഈ കൂടുതൽ ആളുകൾ പോയതോടുകൂടി തന്നെ, കൂടുതൽ വാഹനങ്ങൾ വരുന്നതോടുകൂടി തന്നെ അവർ ബ്ലോക്കിൽ പെടുന്ന ഒരു സ്ഥിതി വരികയാണ്. അങ്ങനെയാണ് മണിക്കൂറുകളോളം ഈ ഒരു ബ്ലോക്ക് ഉണ്ടാകാനുള്ളൊരു കാരണം ഇതൊരു 3 വരി പാതയാണ്. അതോടൊപ്പം തന്നെ സർവീസ് റോഡുമുണ്ട്. ഈ സർവീസ് റോഡ്, ഈ 3 വരി പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഈ പട്ടിക്കാട് മേഖലയിലെത്തുമ്പോൾ, പണി നടക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ട്രാക്കിലൂടെ മാത്രമേ പോകാൻ കഴിയൂ. കാരണം അവിടെ അത്രമാത്രം ചെറിയ ഒരു പാതയാണ്. അങ്ങോട്ട് ഒരു ട്രാക്കിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരുന്നു. അങ്ങനെ ആ ഒരു ട്രാക്കിലൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കപ്പെടുന്നതും ഏകദേശം കുതിരാൻ വരെയും ഈ ബ്ലോക്ക് നീളുകയും ചെയ്യുന്നത്. ഗോകുൽ, ഇപ്പം ചെറിയ രീതിയിൽ പോലും മുന്നോട്ട് പോകുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പം എത്ര സമയം, ഇപ്പോൾ ആളുകൾ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല ഉടൻ ഇതൊന്ന് മാറുമെന്ന്. എത്ര സമയം എടുക്കും ഏകദേശം ഇതൊന്ന് ശരിയാവാൻ ഗോകുൽ? അതൊരു പക്ഷേ നമുക്ക് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഈ രാവിലത്തെ റഷ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബ്ലോക്ക് ഒരുപക്ഷെ കുറഞ്ഞേക്കാം. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ 3 വരി പാതയിൽ നിന്ന് അത്രയധികം ദൂരത്തേക്ക് പിന്നീട് അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു പാതയെ ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ അത്രയധികം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇന്നത്തെ ഈ തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വാഹനങ്ങൾ വരും എന്നുള്ളത് അതാണ് ഇവിടുത്തെ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഘടകമായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പല പ്രശ്നങ്ങൾ മൂലമാണ് ഈ ഒരു തടസ്സം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര നേരം കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതൊന്നും കൃത്യമായി അറിയില്ല. കാരണം മാത്രമല്ല, എനിക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഒരു വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. കാരണം ആ സ്ഥലത്തേക്ക് എത്താൻ ഇനി എനിക്കൊരു 3 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം. ഈ തിരക്കിനിടയിലൂടെ അത് സഞ്ചരിക്കുക എന്നുള്ളത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു തീവ്രത എങ്ങനെയാണ്, എത്ര വാഹനങ്ങൾ കടക്കാൻ കഴിയുന്നുണ്ട്, പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകും. ഏതായാലും അതുവരെയും നമുക്കതിൽ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്ന ഒരു വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. തീർച്ചയായിട്ടും വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാതയിലുള്ളത്. തിങ്കളാഴ്ച കൂടിയാണ്, സ്വാഭാവികമായും തിരക്ക് കൂടും. ഇപ്പോൾ 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കുരുക്കുള്ളത്. ആളുകൾ ആരും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ പോലും ചെയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം ഇത്ര സമയം ക്യൂവിൽ കിടക്കുകയാണ് അവരെ വണ്ടി. ചെറുതായിട്ട് 10 കിലോമീറ്റർ ഒക്കെ
ഈ ആ പാലം പണി നടക്കണ പാലം പണി നടക്കണതാണ്. അതെ അതെ. എത്ര നേരത്തിനുള്ളിൽ ബ്ലോക്ക് അവസാനിക്കാനാണ്? ഒരു 3 മണിക്കൂറൊക്കെ. ഇപ്പൊ ഒരു ദിവസങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങൾ ആളുകളാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഒരു 3 മണിക്കൂർ നേരം ഇതായിരിക്കും സ്ഥിതി. അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയിലേക്കാണ്. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റെന്തെങ്കിലും വഴി സമാന്തര പാത ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3-3.5 മണിക്കൂർ, അതായത് 10 മണി വരെയൊക്കെ ഈ രീതിയിൽ തന്നെയായിരിക്കും കാര്യം എന്നുള്ളതാണ്. ഇങ്ങനെ കിടക്കുകയാണ് 6 കിലോമീറ്റർ ദൂരം.